മുളയൻകാവ് കാളവേലയ്ക്ക് ഏറ്റവും ദൂരത്തു നിന്ന് വരുന്ന കാള മുണ്ടക്കോട്ടുകുറിശ്ശിയിലേതാണ്. മുളയൻകാവ് കാളവേലയുടെ ചരിത്രം തന്നെ തുടങ്ങുന്നതും മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയിൽ നിന്നാണ്. ചരിത്രത്തിലെ ആദ്യ കാള എന്ന വിശേഷണവും ഈ കാളയ്ക്കുണ്ട്. മുളയൻകാവ് കാളവേലയുടെ ചരിത്രം തുടങ്ങുന്നത് മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയിൽ നിന്നത്രേ. 100 വർഷങ്ങൾക്കപ്പുറമായിട്ടുണ്ട് ആ ദേശക്കാള മുളയൻകാവിലേക്ക് എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ട്. തലമുറകൾ മാറിയെങ്കിലും ഇന്നും അത് തെറ്റാതെ തുടർന്നു പോരുന്നു. മുളയൻകാവിലേക്ക് എഴുന്നള്ളിക്കുന്ന കാളകളിൽ ഏറ്റവും ദൂരെ നിന്ന് വരുന്ന കാളയും മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയാണ്. 15 കിലോമീറ്ററോളം ദൂരം. അടുത്ത കാലം വരെ കാളയെ ചുമലിലേറ്റി നടന്നാണ് മുളയൻകാവിലെത്തിച്ചിരുന്നത്. രാത്രി 10 മണിയോടെ പുറപ്പെടുന്ന കാള പുലർച്ചെയാവും കാവിലെത്താൻ. കാളയുടെ രൂപത്തിലും ഭാവത്തിലുമെല്ലാം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആദ്യം ഉപയോഗിച്ചിരുന്ന അതേ തല തന്നെയാണ് ഇന്നും ഈ കാളയ്ക്കുള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കോട്ടുകുറിശ്ശി ചെറുമുക്കിൽ കൃഷ്ണൻ മൂത്താശാരിയുടെ കരവിരുതിൽ പാലത്തടിയിൽ തീർത്തതാണ് ഈ കാളത്തല. ആദ്യം കെട്ടുകാളയായി ഒറ്റക്കാളയെയാണ് എഴുന്നള്ളിച്ചത്. തൊട്ടടുത്ത വർഷം തന്നെ ഇണക്കാളയാക്കി എഴുന്നള്ളിച്ചു. ഇവിടെ തുടങ്ങുന്നു വള്ളുവനാടൻ കാളവേലയുടെ ചരിത്രവും. ഇന്നും മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം മുളയൻകാവിൽ കൽപ്പിച്ചു പോരുന്നു. KV ജയൻ, N മണികണ്ഠൻ, T കൃഷ്ണകുമാർ, N വിജേഷ്, VK അജീഷ്, മഠത്തിൽ സുകുമാരൻ എന്നിവരടങ്ങുന്നതാണ് ഇപ്പോഴത്തെ മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കമ്മിറ്റി ഭാരവാഹികൾ. ഏകദേശം 100-ലധികം വർഷത്തെ പഴക്കമാണ് മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയ്ക്കുള്ളത്. മുതിർന്ന ആളുകളിൽ നിന്ന്, പഴയ ആളുകളിൽ നിന്നാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ വിവരങ്ങളൊക്കെ പകർന്നു കിട്ടിയിട്ടുള്ളത്. അന്ന് മുളയൻകാവിൽ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഒരു കാള അവിടേക്ക് എഴുന്നള്ളിക്കണം എന്നൊരു ചർച്ച ഈ മുളയൻകാവ് തട്ടകത്തിലുള്ള മുഴുവൻ ആളുകൾക്കിടയിലും അന്ന് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതനുസരിച്ച് മുണ്ടക്കോട്ടുകുറിശ്ശിയിൽ ഈ കാളക്കൊപ്പുകളൊക്കെ ഈ കരകൗശല നിർമ്മാണത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകൾ മുണ്ടക്കോട്ടുകുറിശ്ശിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു പേര് ചെറുമുക്കിൽ കൃഷ്ണൻ മൂത്താശാരിയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അന്നൊരു ഒറ്റക്കാള, ഒരു തലയും അതുപോലെ ഒരു ഒറ്റക്കാളയായിട്ട് ഒരു കാള നിർമ്മിക്കുകയും ആ കാള ഇവിടുന്ന് ചുമന്ന് മുളയൻകാവിൽ കൊണ്ടുപോയിട്ട് എഴുന്നള്ളിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ പ്രദേശത്തെ കാളവേലകളുടെ ചരിത്രം. അപ്പോൾ ആദ്യമായിട്ട് മുളയൻകാവിലാണ് ഒരു കാളവേല അല്ലെങ്കിൽ കാള എഴുന്നള്ളിപ്പ് നടന്നത്. അത് ആദ്യമായിട്ട് അവിടെ എഴുന്നള്ളിച്ച കാള മുണ്ടക്കോട്ടുകുറിശ്ശി ദേശത്തിൻ്റെ ഒറ്റക്കാളയാണ്. അതിനുശേഷം അടുത്ത വർഷം തന്നെ ഇതൊരു ഇരട്ടക്കാളയായിട്ട്, ഇണക്കാളയായിട്ട് ഇതേ കാള മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാള വീണ്ടും അവിടെ എഴുന്നള്ളിക്കുകയുണ്ടായി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് കാളകളൊക്കെ വരാൻ തുടങ്ങിയത്. ഇന്ന് ഏകദേശം 100-ലധികം കാളകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കാളവേലയായിട്ട് മുളയൻകാവിൽ കാളവേല മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുരാതന ചരിത്രം ഇതാണ്. മുളയൻകാവിലേക്ക് ഏറ്റവും ദൂരെ നിന്ന് വരുന്ന കാള അത് മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയാണ്. അത് കഴിഞ്ഞൊരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ചുമന്ന് തന്നെയാണ് ഈ കാള മുളയൻകാവിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാക്ടറിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കാള അന്നത്തെ അതേ തല തന്നെയാണ് ഈ കാളയ്ക്ക് വേണ്ടി ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ കാളവേലകളുടെ ചരിത്രത്തിലെ ആദ്യം കെട്ടിയിട്ടുള്ള കാള മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാളയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പഴയതിൽ നിന്ന് കെട്ടിലും മട്ടിലുമെല്ലാം ഇണക്കാളകൾ ആകെ മാറിയെങ്കിലും ഒരു നൂറ്റാണ്ടിൻ്റെ പെരുമയാർന്ന ചരിത്രം പേറിയാണ് മുണ്ടക്കോട്ടുകുറിശ്ശി ദേശക്കാള ഇന്നും മുളയൻകാവിലേക്ക് പുറപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.